ഫിലിം സ്റ്റഡീസിലെ മൊഡ്യൂൾ 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 4-നകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അഡാപ്റ്റേഷൻ എന്താണ്, ഇന്റർസിമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ, പിന്നെ 3 ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ, നറേഷൻ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഫിഡലിറ്റി ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണ്, ഇന്റർടെക്ച്വാലിറ്റി, അതുപോലെ തന്നെ ഫേമസ് അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം നമുക്ക്. അപ്പോൾ അഡാപ്റ്റേഷൻ ആൻഡ് ഇന്റർസിമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ നമുക്ക് നോക്കാം. അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നറേറ്റീവിനെ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ലിറ്ററേച്ചറിനെ നമ്മൾ ഫിലിമിലോട്ടാക്കുന്നു, അതായത് ബുക്കുകളെ നമ്മൾ ഫിലിമിലോട്ടാക്കുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അതായത് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് എ നറേറ്റീവ് ഫ്രം വൺ മീഡിയം ടു അനദർ. എക്സാമ്പിൾ ലിറ്ററേച്ചറിനെ നമ്മൾ ഫിലിമിലോട്ട് ചെയ്യുന്നു. ഇന്റർസിമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്ന റോമൻ യാക്കബ്സൺ എന്ന് പറഞ്ഞ ആൾ കോയിൻ ചെയ്തൊരു ടേമാണ്. ഇന്റർസിമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ഓഫ് മീനിങ് എക്രോസ് ഡിഫറെൻറ്റ് സൈൻ സിസ്റ്റംസ്. അതായത് വെർബലിനെ നമ്മൾ വിഷ്വലിലോട്ട് ആക്കുന്നു. അതായത് ട്രാൻസ്ലേഷൻ ഓഫ് മീനിങ്. അത് എങ്ങനെയാണ് നമ്മൾ സൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ സിഗ്നിഫൈഡ് ആ കാര്യങ്ങളുണ്ടല്ലോ. സൈൻ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഫറെൻറ്റ് സൈൻ സിസ്റ്റത്തിലോട്ട് നമ്മൾ ആക്കുന്നു. അതായത് ടെക്സ്റ്റിനെ നമ്മൾ ഫിലിമാക്കി മാറ്റുന്നു. അതായത് വേർഡ്സിനെ നമ്മൾ വിഷ്വലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഇന്റർസിമിയോട്ടിക് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. മീനിങ്സിനെ മാറ്റുന്നു. എങ്ങനെയാണ് മീനിങ്സിനെ മാറ്റുന്നത്? നമ്മൾ വെർബലിനെ നമ്മൾ വിഷ്വലിലോട്ട് മാറ്റുന്നു. ഇനി നമ്മളൊരു നോവലിനെ നമ്മൾ ഫിലിമായിട്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഫിലിം മേക്കർ കുറച്ച് ലിറ്റററി എലിമെൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. വേർഡ്സ് ആണെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് ആണെങ്കിലും ഇന്നർ തോട്ട്സ് ആണെങ്കിലും അതിനെ നമ്മൾ സിനിമാറ്റിക് ടെക്നിക്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വിഷ്വൽസ് ആകുന്നു, സൗണ്ട് ആകുന്നു, പെർഫോമൻസ് ആകുന്നു. അപ്പം ഇതിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റീ ഇൻ്റർപ്രിട്ടേഷനാണ് വേണ്ടത്, അല്ലാതെ ട്രാൻസ്ലേഷൻ മാത്രമല്ല വേണ്ടത്. ഇതിനകത്ത് വരുന്ന ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള നറേറ്റീവ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫിലിമാക്കുമ്പോൾ ചുരുക്കി കണ്ടൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഇൻറ്റേർണൽ മോണോലോഗ്സ് ഒക്കെ വിഷ്വലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇൻറ്റേർണൽ മോണോലോഗ്സ് എന്ന് പറയുമ്പം നമ്മൾ ബുക്കിനകത്ത് ആ ക്യാരക്ടറിൻ്റെ തോട്ട്സ് നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ അതിനെ നമ്മൾ പെർഫോമൻസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള തോട്ട്സിനെ നമ്മൾ പെർഫോമൻസ് വഴി കാണിക്കുക എന്നുള്ളതും അതും വളരെ ചുരുക്കി കാണിക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ തിമാറ്റിക് ഇൻറ്റഗ്രിറ്റി, അതായത് ബുക്കിനകത്തുള്ള തീംസും അതുപോലെ തന്നെ ആ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിലിം ആക്കുമ്പോൾ അതേ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സിനിമാറ്റിക് മീഡിയത്തിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് ഫെയിലറായി പോകും. ഇനി 3 ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ ആണ്. ജോഫ്രി വാഗ്നർ എന്ന് പറഞ്ഞ ആൾ ഫിലിം അഡാപ്റ്റേഷൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് 3 ടൈപ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ ട്രാൻസ്പൊസിഷൻ, സെക്കൻഡ് വൺ കമൻറ്ററി, തേർഡ് വൺ അനലോജി. ട്രാൻസ്പൊസിഷൻ എന്ന് വെച്ചാൽ വളരെ ഡയറക്റ്റായിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ബുക്കിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഫിലിമിലാക്കുന്നു. ഓക്കെ, മിനിമൽ ചേഞ്ചസ് മാത്രമേ കാണിക്കത്തുള്ളൂ. എക്സാമ്പിൾ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് 2005 ഇറങ്ങിയ അത് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആയിട്ടുള്ള സെയിം നോവലിന് തന്നെ ട്രൂ അഡാപ്റ്റേഷനാണ്. ബുക്കിനകത്ത് എങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഫ്രം ഓഫ് ദി സോഴ്സ് മെറ്റീരിയലാണ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. കമൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്, ഒറിജിനൽ ടെക്സ്റ്റിനെ മാറ്റും, ഫിലിം അങ്ങ് മാറ്റും, പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും അതിന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജോസഫ് കോൺറാഡിൻ്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള ബുക്ക്, അതിനെ അപ്പോക്കാലിപ്സ് നൗ എന്നുള്ളൊരു മൂവിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ പോലെയാണ് വിയറ്റ്നാം വാറിനെ കുറിച്ച് അത് പറഞ്ഞത്. ഇനി അനലോജി എന്ന് വെച്ചാൽ ലൂസ് അഡാപ്റ്റേഷനാണ്. അതായത് സ്റ്റോറി തന്നെ അടിമുടി അങ്ങ് മാറ്റും, എന്നിട്ട് അതിനെ ഡിഫറെൻറ്റ് കൾച്ചറൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം കോണ്ടെക്സ്റ്റിലോട്ട് അങ്ങ് മാറ്റും. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ ദ ടൈമിംഗ് ഓഫ് ദ ഷൂ എന്നുള്ള നാടകം, അതിനെ 10 തിങ്സ് ഐ ഹേറ്റ് അബൌട്ട് യു എന്ന് മോഡേൺ ആയിട്ടൊരു ഫിലിം എടുത്ത് റീഇമാജിൻ ചെയ്ത് എഴുതിയതാണ്. അതായത് സ്റ്റോറിയും എല്ലാം അടിമുടി മാറ്റിയിട്ട് പുതിയൊരു സെറ്റിങ്ങിലോട്ട് അങ്ങ് മാറ്റും. ഇനി നറേഷൻ ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ ഫിലിം ആൻഡ് നോവലാണ്. നറേഷൻ ഇൻ നോവൽസ് ആണെങ്കിലും ഫിലിംസ് ആണെങ്കിലും അതിൻ്റെ റെസ്പെക്റ്റീവ് മീഡിയത്തിലോട്ട് ആക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും. ഇപ്പോൾ നോവൽസ് എന്ന് പറയുമ്പോൾ വേർബൽ സ്റ്റോറി ടെല്ലിങ്ങിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒംനീഷ്യൻ്റ് ആയിട്ടുള്ള നറേറ്റീവ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ഐ യൂസ് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ഹീ ഷീ ഇറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നോവൽ പറഞ്ഞു പോകുന്നത്. ഇമോഷൻസ് ആണെങ്കിലും തോട്ട്സ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകും. ഫിലിംസ് എന്ന് പറയുന്നത് എന്താണ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ക്യാമറ ആംഗിൾസ് വഴി, എഡിറ്റിംഗ് വഴി, മ്യൂസിക് വഴി, വോയിസ് ഓവർ വഴി ഒക്കെയാണിത് ഷേപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഗ്രേറ്റ് ഗാറ്റ്സബി എന്നുള്ള നോവൽ, അപ്പം അത്
നോവലിനകത്ത് നറേറ്റ് ചെയ്യുന്ന നിക്ക് കാരവയാണ്, ഫസ്റ്റ് പേഴ്സണിലൂടെയാണ് പറയുന്നത്. 2013 എൻ്റെ ഫിലിം അഡാപ്റ്റേഷൻ ചെയ്തപ്പോൾ വോയിസ് ഓവർ നറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നിക്കിൻ്റെ പെർസ്പെക്റ്റീവ് കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സിനിമാറ്റിക് ടെക്നിക്സും ഫ്ലാഷ് ബാക്സും കുറേ ഫ്രെയിമിംഗ് ആയിട്ടുള്ള ടെക്നിക്സും ഒക്കെ സ്റ്റോറി ടെല്ലിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. ദെൻ ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എന്താണ്? ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഇറ്റ് ഇവാലുവേറ്റ്സ് ഹൗ ക്ലോസ്ലി എ ഫിലിം അഡാപ്റ്റേഷൻ ആഡിയേഴ്സ് ടു ദി ലിറ്റററി സോഴ്സ്. അതായത് എത്രമാത്രം ആ ബുക്കിൽ നിന്ന് ഫിലിമിലോട്ട് അഡാപ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് എന്തുമാത്രം സിൻസിയറിറ്റി അല്ലെങ്കിൽ ലോയൽറ്റി ഒരു ഫിലിമിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് എങ്ങനെയാണ് ഈ ഫിലിം, അതായത് ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിഡിലിറ്റി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫിഡിലിറ്റി എന്ന് പറയുമ്പോൾ എന്തോ നമ്മൾ പറയുന്നത് ലോയൽറ്റി, സിൻസിയറിറ്റി എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്, ഓണസ്റ്റ്. അപ്പം ഫിഡിലിറ്റി ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഒരു ബുക്കിനെ നമ്മളൊരു മൂവി ആക്കിയപ്പോൾ അത് എന്തുമാത്രം ലോയലായിട്ട് അല്ലെങ്കിൽ ഓണസ്റ്റായിട്ട് സോഴ്സ് ടെക്സ്റ്റിൽ നിന്ന്, അതായത് സോഴ്സ് ടെക്സ്റ്റിനോട് എത്രമാത്രം ഓണസ്റ്റ് ആയിട്ടാണ് ആ ഫിലിം ചെയ്തേക്കുന്നത്, അതാണ് ഫിഡിലിറ്റി ക്രിറ്റിസിസം. അപ്പോൾ ട്രഡീഷണൽ ക്രിറ്റിക്സ് ഓഫൺ ആർഗ്യൂ എന്താണെന്ന് ചെയ്തത്, ഫിലിം എന്ന് പറയുന്നത് എന്താണ്, ഒറിജിനൽ ടെക്സ്റ്റിന് കണക്ക് തന്നെ ചെയ്തേക്കണം. തീമാണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും പ്ലോട്ട് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരുത്തരുത്. പക്ഷേ റോബർട്ട് സ്റ്റാം പോലെയുള്ള ഫിലിം ക്രിറ്റിക്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലാതെ ബുക്കിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. ദ ലോർഡ് ഓഫ് ദ റിങ്സ് അതെന്ന് പറയുന്നത് ബുക്സിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളെ മോഡിഫൈ ചെയ്യുകയും ഒമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് നല്ല രീതിയിലുള്ള ഒറിജിനൽ ടെക്സ്റ്റിനകത്തു നിന്നുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് ഇൻ്റർടെക്ച്വാലിറ്റി. ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ജൂലിയ ക്രിസ്റ്റേവയുടെ ഒരു കോൺസെപ്റ്റാണ് ഇൻ്റർടെക്ച്വാലിറ്റി. അതായത് ടെക്സ്റ്റിനകത്ത് തന്നെ എന്താണ് പല ടെക്സ്റ്റുകളെ കുറിച്ചുള്ള റെഫറൻസസ് വരിക, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് മറ്റു ടെക്സ്റ്റുകളെ കുറിച്ചുള്ള റെഫറൻസസ് കാര്യങ്ങളൊക്കെ വരുന്നതിനെയാണ് ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അഡാപ്റ്റേഷൻ സ്റ്റഡീസിലും ഈ ഇൻ്റർടെക്ച്വാലിറ്റി ഫിലിമിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നത്, ഇപ്പോൾ ഒരു ഫിലിമിനകത്ത് തന്നെ ഒറിജിനൽ നോവലിനെ കുറിച്ച് പറയാതെ തന്നെ മൾട്ടിപ്പിൾ സോഴ്സസിനെ കുറിച്ച് ആ ഫിലിമിനകത്ത് തന്നെ സംസാരിക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന് പറഞ്ഞ ഫിലിം 1996 പുറത്തിറങ്ങിയ, അത് ബാസ് ലൂർമാൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ്. അതെന്ന് വെച്ചാൽ മോഡേൺ എലിമെൻറ്റ്സ് ഉണ്ട്, കണ്ടംപററി മ്യൂസിക് ആൻഡ് വിഷ്വൽസ് ഉണ്ട്, പക്ഷേ ഷേക്സ്പിയറിൻ്റെ ഒറിജിനൽ ഡയലോഗും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തേക്കുന്നത്. ഇനി ഫേമസ് അഡാപ്റ്റേഷൻസ് പറയുവാണെങ്കിൽ ഒരുപാട് നോവൽസ് സക്സസ്ഫുൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിലിംസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ടു കിൽ എ മോക്കിംഗ് ബേർഡ്, ഹാർപ്പർ ലീയുടെ നോവലാണത്. 1962 പുറത്തിറങ്ങിയ ഒരു ഫിലിമുണ്ട് ടു കിൽ എ മോക്കിംഗ് ബേർഡ്. അത് റേഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചും മൊറാലിറ്റിയെ കുറിച്ചും ഒക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ ഫിലിമിനകത്ത് ഇതേ തീം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്ന ബുക്കിലെ കണക്ക്, പക്ഷേ കുറച്ച് നറേറ്റീവിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ദ ഗോഡ് ഫാദർ 1972 അത് മാരിയോ പ്യൂസോയുടെ ഒരു നോവലാണ് ദ ഗോഡ് ഫാദർ. അപ്പോൾ അത് പുതിയ രീതിയിലുള്ള ക്യാരക്ടർ ഡെപ്തും സ്റ്റോറി ടെല്ലിങ്ങും സിനിമാറ്റിക് ടെക്നിക്സിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഹാരി പോട്ടർ സീരീസ് 2001 തൊട്ട് 2011 വരെ ഉള്ളത് അത് JK റൗളിങ്ങിൻ്റെ ബുക്കിൽ നിന്നാണ് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തി ആ നോവലിൻ്റെ പക്ഷേ ആ മാജിക്കൽ വേൾഡിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈഫ് ഓഫ് പൈ അത് യാൻ മാർട്ടലിൻ്റെ ഫിലോസഫിക്കൽ നോവലാണ്. അത് വിഷ്വലി നല്ല രീതിയിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ പോലെയാണ് തന്നിരിക്കുന്നത് സിനിമയാക്കിയപ്പം അല്ലേ. അപ്പം ഇതൊക്കെയാണ് ഫേമസ് അഡാപ്റ്റേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 4 ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത്.